ഇപ്പോൾ വന്നൊരു ഏറ്റവും പുതിയ വാർത്തയിലേക്ക് ISRO ചാരക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് CBI. ISRO ചാരക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. നിലവിൽ കേസ് കെട്ടിച്ചമച്ചെന്നാണ് CBI പറയുന്നത്. വിവരങ്ങളുമായി വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള വിവരങ്ങൾ അടക്കം പുറത്തു വരുന്നുണ്ട്. വർഷ, തീർച്ചയായും ഏറ്റവും പുതുതായി പുറത്തുവരുന്ന ഈ CBI കുറ്റപത്രത്തിലെ വിവരങ്ങൾ ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ളതാണ്. ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതിന് പിന്നിൽ CI വിജയനായിരുന്നു എന്ന കണ്ടെത്തലാണ് നിലവിൽ ഇപ്പോൾ CBI നടത്തിയിരിക്കുന്നത്. ഈ കുറ്റപത്രമാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. വിജയന്റെ സൃഷ്ടിയാണ് ചാരക്കേസ് എന്നാണ് ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. വിജയൻ കടന്നു പിടിച്ചപ്പോൾ മറിയം റഷീദ എതിർത്തതാണ് ചാരക്കേസിലേക്ക് എത്തിയത് എന്ന കണ്ടെത്തലും CBI നടത്തിയിട്ടുണ്ട്. അന്യായമായി കസ്റ്റഡിയിൽ വെച്ച് മറിയം റഷീദയെ പീഡിപ്പിച്ചെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്തത്. കോടതി വീണ്ടും കസ്റ്റഡി നൽകാത്തതിനാൽ പിന്നീടാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്തത്. ചാരക്കേസ് വാർത്ത ചോർത്തി നൽകിയത് വിജയൻ എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ മൊഴിയുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനമേറ്റ നമ്പിനാരായണൻ മൃതപ്രായനായിരിക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ എന്നും ഡോക്ടർമാരുടെ മൊഴി ഇക്കാര്യത്തിൽ CBIക്ക് ലഭിച്ചുവെന്നുമാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. നമ്പിനാരായണനെ പ്രതിയാക്കി കമ്മീഷണർ R രാജീവും അതുപോലെ തന്നെ RB ശ്രീകുമാറും പറഞ്ഞിട്ടാണ് എന്ന കാര്യവും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ചാരപ്രവർത്തനം നടത്തിയതിന് തെളിവില്ലെന്ന് മുൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ മൊഴി കൂടി CBI കുറ്റപത്രത്തിലുണ്ട്. എന്തായാലും വലിയ കോളിളക്കം സൃഷ്ടിച്ച നമ്പിനാരായണൻ ഉൾപ്പെടെ കാലങ്ങളായി നിയമപോരാട്ടം നടത്തുകയും ചാരക്കേസ് എന്ന പേരിൽ വലിയ തരത്തിലുള്ള കോളിളക്കം ഉണ്ടാക്കുകയും ചെയ്ത കേസിൽ നമ്പിനാരായണനെ ഉൾപ്പെടെ ഈ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. ഇപ്പോൾ ആ കേസ് പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് എന്ന കണ്ടെത്തലാണ് CBI നടത്തിയിരിക്കുന്നത്. അത്തരം കണ്ടെത്തലുകളുള്ള കുറ്റപത്രമാണ് നിലവിൽ ഇപ്പോൾ CBI കോടതിയിൽ നൽകിയിരിക്കുന്നത്. വർഷ, വിജയൻ, നോക്കൂ, ഈ CI വിജയന് ഈ മറിയം റഷീദയോടുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു വ്യാജ കേസ് കെട്ടിച്ചമച്ചതിന് കാരണം എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും വർഷ, അങ്ങനെ തന്നെയാണ്. ഈ ചാരക്കേസിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് മറിയം റഷീദയെ ഈ വിജയൻ കടന്നുപിടിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ്. ഇതിനെ എതിർത്തതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ളൊരു ചാരക്കേസിലേക്കും മറിയം റഷീദയെ ഈ കേസിലേക്ക് കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. അതിനുശേഷമാണ് നമ്പിനാരായണൻ ഉൾപ്പെടെയുള്ളവരെ ഈ കേസിൽ പ്രതികളാക്കുകയും ദിവസങ്ങൾ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുകയും മൃതപ്രായനാക്കി ഇനി മർദ്ദിച്ചാൽ ഒരുപക്ഷെ ഈ നമ്പിനാരായണൻ കൊല്ലപ്പെടും എന്ന് പോലും ആ ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാണ് ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ നമ്പിനാരായണനും ഇക്കാര്യത്തിൽ മർദ്ദനമേറ്റ വിവരവും ക്രൂരമായ മർദ്ദനമാണ് തനിക്ക് ഏറ്റിട്ടുള്ളതെന്ന കാര്യവും ഒക്കെ നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിലും ഒപ്പം തന്നെ പലതവണ നിയമ പോരാട്ടത്തിന് ഇടയിലും ഒക്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും കാലങ്ങൾ നീണ്ട കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദമായ ഒരു കേസിലുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ CBI കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നത് വിജയൻ കടന്നു പിടിച്ചപ്പോൾ മറിയം റഷീദ എതിർത്തതാണ് ചാരക്കേസിലേക്ക് എത്തിച്ചത് എന്ന കണ്ടെത്തലാണ് CBI നടത്തിയിട്ടുള്ളത് എന്നാണ്. ISRO ചാരക്കേസ് CI ആയിരുന്ന വിജയന്റെ ഒരു കെട്ടിച്ചമച്ച കേസാണ് ഇത് എന്നും പൂർണ്ണമായും ഇത്തരത്തിലൊരു ചാരക്കേസ് ഉണ്ടായിരുന്നില്ല, ചാരപ്രവർത്തനം നടന്നിട്ടുണ്ടായിരുന്നില്ല എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ CBI നടത്തിയിരിക്കുന്നത്. വിജിനി, സിബി മാത്യൂസ് അടക്കമുള്ളവർക്കെതിരെ ഈ കുറ്റപത്രത്തിൽ പരാമർശങ്ങൾ ഉണ്ടോ? നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. നിലവിൽ പുറത്തുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ നിലവിലെ നേരത്തെ കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്ന R രാജീവ് അതുപോലെ തന്നെ BR ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടാണ് നമ്പിനാരായണനെ ഈ കേസിൽ പ്രതിയാക്കിയത് എന്നാണ്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഉള്ള സ്ഥിരീകരണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇവർ പറഞ്ഞ അത് പ്രകാരമാണ് നമ്പിനാരായണൻ ഈ കേസിൽ ഉൾപ്പെടുന്നത് എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. ചാരപ്രവർത്തനം നടത്തിയതിന് ഒരു തെളിവും ഉണ്ടായിരുന്നില്ല എന്ന മുൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ മൊഴി കൂടി ഈ പുതിയ കുറ്റപത്രത്തിൽ കോടതിയിൽ CBI സമർപ്പിച്ചിട്ടുണ്ട്. വർഷ, വിജിനി, നമ്പിനാരായണൻ അടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റ സംഭവം അടക്കം ഈ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ടോ?
അത്തരത്തിലുള്ള മൊഴിയാണ് പല ആളുകളിൽ നിന്നും പല പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. നമ്പിനാരായണന് ഭീകരമായ മർദ്ദനമാണ് കസ്റ്റഡിയിൽ ഏറ്റത് എന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. ഇനി മർദ്ദിച്ചാൽ ഒരുപക്ഷെ നമ്പിനാരായണൻ കൊല്ലപ്പെടും എന്ന കാര്യം പല ഉദ്യോഗസ്ഥരും ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു എന്ന കാര്യവും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഡോക്ടർമാരുടെ മൊഴി ഉൾപ്പെടെ ഈ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമ്പിനാരായണനെ നേരത്തെ തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ പങ്കില്ല എന്ന് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് നമ്പിനാരായണൻ കുറ്റാരോപിതനായി കുറ്റത്തിൽ നിന്ന് മോചിതനാവുന്നത്. അത്രയും വർഷങ്ങളായി ഒരു ഉദ്യോഗസ്ഥന്റെ ഒപ്പം തന്നെ ഇത്തരം മുതിർന്ന ഒരു ISRO ഉദ്യോഗസ്ഥന്റെ ജീവിതം തന്നെ തകർക്കുന്ന നിലയിലേക്കുള്ള ഒരു കേസായി ചാരക്കേസ് മാറിയിരുന്നു. അതിനുശേഷം നമ്പിനാരായണന് നഷ്ടപരിഹാരം ഉൾപ്പെടെ ലഭ്യമാക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. അതിന്റെ എല്ലാം ഒടുക്കമാണ് ഇപ്പോൾ CBI കണ്ടെത്തൽ വന്നിരിക്കുന്നത്. ചാരക്കേസ് പൂർണ്ണമായും കെട്ടിച്ചമച്ച കേസാണ്. അത്തരത്തിൽ ഒരു ചാരപ്രവർത്തനവും നടന്നിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നു. രണ്ടുപേർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെയും ഒപ്പം മറ്റ് രാഷ്ട്രീയ ഇടപെടലിന്റെയും ഒക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് CBI വ്യക്തമാക്കുന്നത്. വർഷ. ശരി വിജിൻ, തുടരുക. ISRO ചാരക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് CBI. നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്.